ഫ്ലവർ ഷോ കണ്ണൂരിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. അതിനുശേഷം മെയിൻ കവാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അവിടെ 3 പേരുണ്ട്. ടിക്കറ്റ് വാങ്ങാനാണെന്ന് തോന്നുന്നു. എന്നോട് ടിക്കറ്റ് ചോദിച്ചില്ല. അടുത്ത ആളെന്നോട് ടിക്കറ്റ് തരൂ എന്ന് ചോദിച്ചു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ നേരെ അങ്ങ് കയറിപ്പോയി. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് നല്ല കളർ മീനുകളാണ്. അതിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല. ഇത് അറോണയാണ്. മറ്റേത് എന്താണെന്ന് അറിയില്ല. പക്ഷെ കാണാൻ അടിപൊളി, നല്ല ഭംഗി, കുഞ്ഞു കുഞ്ഞു മീനായിട്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ളൊരു സീൻസുകളാണ്. പിന്നെ കുഞ്ഞ് കളർ മീൻ അടുത്തൊരു ടാങ്കിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെടികളിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കാണാൻ അടിപൊളി ആയിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നല്ല നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നോക്കിയ അരയന്നം, പൂക്കളുടെ അരയന്നം. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? അടിപൊളിയല്ലേ? പിന്നെ കാണുന്നത് അടിപൊളി കളേഴ്സ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. കളർ ഫ്ലവറുണ്ട്, അതുപോലെ ഇലകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും പേര് നോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പേരറിയാത്തതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. പിന്നെ ഇവിടെ വോയിസ് കൊടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറയാം. ഇവിടെ കയറിയ മുതൽ ഇറങ്ങുന്നത് വരെയും പാട്ടാണ്. പാട്ട് മ്യൂസിക് വന്നിട്ട് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ചാനലിനെ അത് ബാധിക്കും. അത് ആ കോപ്പി റൈറ്റ് കളയണ്ടെങ്കിൽ പിന്നെ ഇതിലെ മ്യൂസിക് എടുത്ത് കളഞ്ഞാലേ പറ്റും. അപ്പോൾ അതാണ് വോയിസ് കൊടുക്കുന്നത്. ഇതൊക്കെ തണുപ്പ് കാലത്ത് മാത്രം കാണുന്നൊരു പൂക്കളാണ്. തണുപ്പ് കാലത്ത് എന്ന് പറയുമ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. ഇത് ഗൾഫിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് എന്നേക്കാളും പ്രായമുള്ള ആൽമരം കണ്ട, അപ്പപ്പപ്പ എത്ര വയസ്സാണെന്നറിയാം. 55 വയസ്സ് എന്നെല്ലാം പറഞ്ഞാൽ ഇത് നട്ട ബോൺസായി ആക്കിയ ആളുടെ വയസ്സ് എത്രയായിരിക്കുമാവോ? 55 വയസ്സുണ്ട്. അപ്പോൾ ഒരു 15 വയസ്സിൽ ബോൺസായി ആക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം 75 വയസ്സായി കാണും. എവിടെയുള്ള ആളാണെന്ന് അറിയില്ല. ഒന്ന് നേരിൽ കണ്ടാൽ കൊള്ളാമെന്ന് ഉണ്ട്. അപ്പോൾ ബോൺസായി ആണ് ആദ്യം തന്നെ നമ്മൾ സ്വീകരിക്കുന്ന മറ്റൊരു ഐറ്റം. പിന്നീടാണ് നമ്മൾ ഡോണ്ട് ടച്ച് മീ, എന്നെ തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. നിങ്ങളൊക്കെ ഒരുപാട് കണ്ടു കാണും. അപ്പോൾ പേര് അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്ക് പേരറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ക്ഷമിക്കുമല്ലോ. പിന്നെ നമ്മൾ പോകേണ്ട എവിടെയാണെന്ന് വെച്ചാൽ എന്നെ തൊടരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഫസ്റ്റ് വേ ഇത് കണ്ട, ഇതിൽ വർണ്ണ ഫ്ലവേഴ്സാണ്. ഒരുപാട് കളേഴ്സ്, പലതരം ചെടികളാണ്. അതെല്ലാം പൂവിട്ടിട്ട് കാണാനെന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ പൂക്കളുടെ മായാലോകം, പൂക്കളുടെ നക്ഷത്രം കണ്ടോ, ഫ്ലവേഴ്സ് സ്റ്റാർ. അതാണ് ഇതിലൊക്കെ പലതരം പൂക്കൾ. ശരിക്കും എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ പൂക്കൾ, ചെടികൾ കണ്ടിട്ട് കൊതിക്കുന്നൊരു സമയമാണ്. അതിനുശേഷം പിന്നെ ഞാൻ നടാൻ തുടങ്ങി. പിന്നെ വീട്ടിൽ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ വിത്ത് വാങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ചെടി വാങ്ങിയിട്ടൊക്കെ കൊണ്ട് വന്ന് നടാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മച്ചി, ഇത് എന്തൊക്കെ ചെടികളാണ്, എന്തൊക്കെ കളേഴ്സാണ്, ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഒരുപാട് ഇവിടെയെല്ലാം ചേമന്തികളാണ്. ചേമന്തി, വയലറ്റ് ചേമന്തി, വെള്ളച്ചേമന്തി, മഞ്ഞച്ചേമന്തി, പച്ചച്ചേമന്തി, അതുപോലെ ചെമ്പരത്തീസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഫ്ലവർ ഷോന് 10 കൊല്ലം മുന്നേ മറ്റോ പോയതാണ്. ഇപ്പം അടുത്ത് പിന്നെ വേറൊരു ഫീസില്ല ഫ്ലവർ ഷോ നടന്നിട്ടുണ്ടായിരുന്നു, അതിനും പോയി. അല്ലാതെ മറ്റുള്ള സമയത്തൊക്കെ ഫ്ലവർ ഷോന് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഗൾഫിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്തൊന്നും ലീവിൽ വരാറുമില്ല, ജനുവരിയിലൊന്നും വരാറില്ല. വളരെ ആഗ്രഹമായിരുന്നു ഇതൊക്കെ കാണണം എന്ന്. അപ്പോൾ ഇപ്പം നേരിട്ട് കണ്ടതുകൊണ്ട് വളരെ അധികം സന്തോഷമുണ്ട്. ശരിക്കും ഒരുപാട് സമയം ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഇവിടെ മാറും. അതാണ്
അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചെടികൾ വാങ്ങുന്നുണ്ട്. അതുപോലെ ചെടികൾ നോക്കാൻ മാത്രം ആൾക്കാർ വരുന്നുണ്ട്, കാണാൻ മാത്രമുള്ള ആൾക്കാരും വരുന്നുണ്ട്. എന്തായാലും ആളുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ പലരുടെയും ഫേസൊന്നും കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പലരും ക്യാമറ ഇങ്ങനെ പോകുമ്പോൾ ഫേസൊക്കെ മറക്കുന്നു. അപ്പോൾ അവരെ വീഡിയോ എടുക്കാറില്ല. അങ്ങനെയുള്ള ആൾക്കാരെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഫ്ലവേഴ്സെല്ലാം നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ. എനിക്കാണെങ്കിൽ വോയിസ് ഇടാൻ ഭയങ്കര മടിയാണ്. വോയിസ് ഇട്ടിട്ടിട്ട് ഞാൻ തളരും. അപ്പോൾ പണ്ട് നമ്മളെ എല്ലാ നാട്ടിൻ പുറത്തുള്ള ഇഷ്ടം പോലെ കാണുന്ന ഒരു ചെടിയായിരുന്നു സീനിച്ചെടി. അപ്പോൾ അത് ഞാൻ തിരഞ്ഞ് നടന്നു. സീനിച്ചെടിയൊന്നും കണ്ടില്ല ഇവിടെയൊന്നും. പിന്നെ ഇപ്പം കടലാസ് പൂക്കളുടെ കാലമാണ്. കടലാസ് പൂ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വെറൈറ്റി കടലാസ് പൂക്കളാണ്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എല്ലാം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ തോന്നിപ്പോകുന്നു. അപ്പോൾ എൻ്റെ വോയിസിൽ ശരിക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പല സമയങ്ങളിലും പലതും ആണ് വോയിസ് ഇടുന്നത്, വോയിസിലൂടെ പറയുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരനായ നിജിൽ പറയാറുണ്ട്, എന്താണ് ഈ വോയിസ് ഇടുന്നത്, വോയിസിൽ എന്തൊക്കെയോ പറയുന്നത്, എന്തൊക്കെയോ കാണുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വോയിസ് കൊണ്ടായിരിക്കും ഒരു വീഡിയോ അങ്ങോട്ട് റീച്ച് ആകുന്നത് അല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് കളിയാക്കാറുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു, കാശിത്തുമ്പയോ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആ കാശിത്തുമ്പ. വീഡിയോന്നുമില്ല. ഞാൻ പർച്ചേസ് ഇങ്ങോട്ട് വരും. ഇതില്ലേ ഡാലിയപ്പൂവിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് അവിടെ. അതുപോലെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ തന്നെ റെഡ് കളർ, റെഡും വൈറ്റും നല്ല ഭംഗിയുണ്ട്. പേര് എന്താണെന്ന് അവിടെ എഴുതിയിട്ട് കണ്ടിട്ടില്ല. അതുപോലെ ഇതെന്താന്ന്, പെട്രിയ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്ലവറാണ്. അപ്പോൾ ഒരുപാട് കാലം അത് നിൽക്കും വിരിഞ്ഞ് തന്നെ. പെട്രിയൻ്റെ വേറൊരു വെറൈറ്റി ചെമന്തിപ്പൂ കണ്ട നമ്മളൊക്കെ, ഇതാ സീനി, ഞാൻ കുറേ തിരഞ്ഞിരുന്ന സീനിയാണത്. പിന്നെ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് അറിയില്ല. ചെമ്പരത്തി, ഒരുപാട് വെറൈറ്റി ചെമ്പരത്തികളുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഹൈഡ്രേഞ്ച് പലതരത്തിലുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഉണ്ടോ, വെറൈറ്റി കളറായിട്ട് എന്ത് ഭംഗിയാണ് കാണാൻ. ഇത് വാങ്ങുന്നുണ്ട് മൊത്തം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ട് നടണം, അത്രയും ആഗ്രഹമുണ്ട്. ഇതൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ കാണുന്നത്. പിന്നെ റോസിൻ്റെ കളക്ഷൻ അത്ര ഭയങ്കര കളക്ഷനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പലതരം ചെക്കി, പിന്നെ പട്ടാണി, അതിന് പറയുക ഈ ഒരു പൂവിന്, അതിൻ്റെ പേരറിയില്ല. പിന്നെ ജർബറ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അത്യാവശ്യം. പിന്നെ ഇത് കണ്ട ചേമന്തി, അതുപോലെ കടലാസ് പൂ, ബോഗൻവില്ലയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്നത്. പല വിലേൻ്റെയുണ്ട്, 100 മുതൽ 10,000, 20,000 അങ്ങനെയൊക്കെയുള്ള വലിയ ചട്ടികളിലൊക്കെ ആയിട്ട് ഉണ്ട്. ബോഗൻവില്ലേൻ്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ആൾക്കാർ വാങ്ങാതിരിക്കും, ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കമ്പെടുത്തിട്ട് വീട്ടിൽ കൊണ്ട് നട്ടാൽ മതിയല്ലോ, പ്രശ്നമില്ലല്ലോ, ആരെങ്കിലും ഒരാൾ വാങ്ങിയാൽ മതിയല്ലോ. നല്ല കളേഴ്സ്, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഞാൻ മറന്നുപോയി, പറഞ്ഞിരുന്നു. എന്നാലും കാണുന്ന നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ. അടിപൊളിയല്ലേ ഇതൊക്കെ കാണുമ്പോൾ. വാവ്, എന്തൊക്കെ കളറാണ് എൻ്റെ അമ്മോ. വൈറ്റ് പിന്നെ എൻ്റെ വീട്ടിലുണ്ട്. വൈറ്റ് മാത്രമല്ല, ഇതിൻ്റെ ബോഗൻവില്ലേൻ്റെ ഒരു 12 വെറൈറ്റി എൻ്റെ വീട്ടിലുണ്ട്. അടിപൊളി എൻ്റെ അമ്മച്ചി. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്തൊക്കെ ആവുന്നു. കയ്യിൽ പൈസ ഇല്ലാതായിപ്പോയി, ഉണ്ടെങ്കിൽ എല്ലാം പർച്ചേസ് ചെയ്ത് എൻ്റെ വീടൊരു ഗാർഡൻ തന്നെ, വലിയൊരു ഗാർഡൻ തന്നെ ആക്കുമായിരുന്നു. അപ്പോൾ പൈസ ഇല്ലാതെ പറ്റി. ഇതൊക്കെ നോക്കിയാൽ എന്തൊക്കെ വെറൈറ്റിയല്ലേ, അടിപൊളിയാണല്ലോ എൻ്റെ അമ്മേ.
ഇത് കണ്ട പച്ച ചേമന്തി, വേറൊരു കളറ് മഞ്ഞ ചേമന്തി, പിന്നെ ചുവപ്പ് പിങ്ക് ചേമന്തി. അതൊക്കെ വലിയൊരു വെറൈറ്റീസ് ഇല്ലല്ലേ. ഈ കളർ ഇത് ഇങ്ങനെ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു. കളർ ചെറിയൊരു ചെടി ചട്ടിയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നൊരു ചെടിയാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരും അറിയില്ല. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഇതിൻ്റെ യെല്ലോ വൈറ്റ് ഉണ്ടായിരുന്നു. അത് ഇഷ്ടം പോലെ പൂവ് എപ്പോഴും ഉണ്ടാവും ഇവിടെ. വിലക്കുറവ് വെച്ചാൽ മാന്യമായ വിലക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓവർ ഈടാക്കുന്നില്ല. ജനങ്ങൾക്ക് മേടിക്കാൻ വന്നിട്ട് ആ വിലയിൽ നമ്മൾ വ്യാപാരം നടത്തും. ഈ വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് നമ്മൾ ചെടി മേടിക്കാൻ പറ്റുമോ? വയനാട് ലക്കിടി ഇതിൽ വന്ന് മേടിക്കും. എന്നാ പേരെന്താ നിങ്ങളെ? പ്ലാൻ പാർക്ക്. അല്ല നിങ്ങളെ പേര് ഉണ്ണി. ഉണ്ണിയല്ലേ? അപ്പോൾ സന്തോഷം. ഇതിന്റെ പേരെന്നാ ഈ സാധനത്തിന്റെ? ഓറഞ്ചിൻ്റെ ഒരു വൻ ശേഖരം ഉണ്ടല്ലേ. ഓറഞ്ച് പിന്നെ എന്താണ് വേറെ ചെടികളൊന്നുമില്ല, ഫ്രൂട്ട്സ് മാത്രം. ഇവിടെ എന്നാന്ന് വ്യത്യസ്തമായ ഫ്രൂട്ട്സിന്റെ തൈകളിലെ? വ്യത്യസ്തമായ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-300 എണ്ണം ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഇപ്പം നിങ്ങൾ കണ്ടു കാണും ജബോട്ടിക്കാബ, ബ്രസീലിയൻ ഗ്രേപ്പ്, അതൊക്കെ അയച്ചു നിൽക്കുന്നു. പിന്നെ ലോങ്ങിൻ്റെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ജബോട്ടിക്കാബയുടെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ബ്ലൂമി ചാമ, ഫോർ സീസൺ ലോങ്ങൻ, റെയിൻ ഫോറസ്റ്റ് പ്ലം, സ്വീറ്റ് ബ്യൂട്ടി, അങ്ങനെയുള്ള പല പല വെറൈറ്റി. പുലാസാൻ, റംബൂട്ടാനൊക്കെ ഇപ്പം നോർമലായി തീർന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാം എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ്. അതൊരു എന്താ പറയുക, ഒല്ലോസോപ്പോ, യെല്ലോ മൂട്ടി, പിന്നെ ലോങ്ങൻ്റെ വൈറ്റ് ലോങ്ങനുണ്ട്, ഫോർ സീസൺ ലോങ്ങനുണ്ട്, റൂബി ലോങ്ങനുണ്ട്, പിങ് പോങ് ഉണ്ട്, അങ്ങനെയുള്ള മട്ടോവ, പിന്നെ റിയോഗ്രാൻഡ് ചെറികൾ, ബ്ലാക്ക് സുരിനാം ചെറി, സിൽഡാക് ചെറി. ഈ ചെടികൾ, ഈ ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ നിങ്ങൾ വികസിപ്പിക്കുന്നതാണോ അതോ പുറത്തുനിന്ന്? ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മദർ പ്ലാന്റുകൾ ഉള്ളതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തെടുക്കും. അല്ലാതെ കുറച്ചൊക്കെ നമ്മൾ കൊണ്ടുവരും. നോർമലായിട്ടും അല്ല, റംബൂട്ടാൻ പോലുള്ളത് വിയറ്റ്നാം പ്ലാവ് ഓൾ സീസൺ ആണ്. 1.5 വർഷം കൊണ്ട് കായ്ക്കും എല്ലാ സമയത്തും. വിയറ്റ്നാം പ്ലാവ് ഞാൻ വീട്ടിൽ കൊണ്ട് നട്ടിട്ട് പന്നി കൊണ്ടുപോയി. 2 ആഴ്ച ആയില്ല, അപ്പോഴേക്ക് പന്നി കൊണ്ടുപോയി. പന്നി ഉണ്ടാകാതിരുന്ന 1.5 വർഷം കൊണ്ട് കഴിക്കും. നല്ല അടിയിലൊക്കെ വലിയ കുഴികളിട്ട് വളം ലെയറായിട്ട് നട്ടാൽ. പിന്നെ നമ്മൾ കുറച്ച് പുതിയ വെറൈറ്റി അത്തി, ഇസ്രായേൽ ഫിഗ് എന്ന് പറയും. നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന അത്തിപ്പഴം. ഫഗ്വ എന്ന് പറയുന്ന അനാറ്, അതിവിടെ സംസ്കരിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്? ഇല്ല, സംസ്കരിക്കേണ്ട ആവശ്യമില്ല, പ്രോസസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് പറിച്ചു കഴിക്കാൻ പറ്റുന്ന ഫിഗ്, ഇസ്രായേൽ ഫിഗ്. പിന്നെ ഫഗ്വ എന്ന് പറയുന്ന വെറൈറ്റി അനാറ്, അതിവിടെ നല്ലതായിട്ട് കായ്ക്കുന്ന ഇനമാണ്. സ്ട്രോബെറി, ചാറ്റ്ലർ എന്ന് പറഞ്ഞൊരു സ്ട്രോബെറി ഉണ്ട്. അത് നമ്മുടെ ഹോട്ട് സീസണിലാകുന്ന സ്ട്രോബെറിയാണ് ചാറ്റ്ലർ. പിന്നെ ഉള്ളത് തന്നെ യെല്ലോ ഡ്രാഗൺ, റെഡ് ഡ്രാഗൺ ഇപ്പൊ കോമൺ ആയിപ്പോയി, അതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ കംബോഡിയൻ കംബോഡിയൻ ഗ്രേപ്പ് ഉണ്ട്. അതിപ്പോ എല്ലാ പേപ്പറിലൊക്കെ ന്യൂസ് വന്നില്ല, കംബോഡിയൻ ഗ്രേപ്പ്. പിന്നെ ലെമണിന്റെ കുറേ വെറൈറ്റികൾ, മൂസമ്പി, നാഗ്പൂർ ഓറഞ്ച്, കൂർഗ് ഓറഞ്ച് എന്ന് വേണ്ട, അത് ഒരു നിർത്തിലൊന്നും പറയാൻ പറ്റാത്ത ഇനം ഫ്രൂട്ട്സ്. അപ്പോൾ സന്തോഷം. താങ്ക് യു. അതുപോലെ ഇത്രയും പേരുകൾ മെമ്മറിയിൽ ഉണ്ടാകാൻ ഭയങ്കര ഒരു സംഭവം. ഒന്നുമില്ല, അത് ആർക്കും പഠിക്കാവുന്നേ. ഇപ്പൊ 20 വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തില്ലേ, ഇത് ഒന്നിച്ചല്ല ഇത് വരുക. ഓരോ വർഷം ഓരോ സീസണിലാണ് വരുക. അപ്പൊ നമ്മൾ പഠിക്കും, ആരും പഠിച്ചു പോകും. ഇത് നമ്മള് ഇതാണല്ലോ. നിങ്ങളെ നഴ്സറിന്റെ പേരും കൂടെ പറഞ്ഞു. അനന്തക്കാട് നഴ്സറിയാണ്, പരിയാരത്ത്. നമുക്ക് കേരള ഒട്ടുക്ക് ഡെലിവറി ഉണ്ട്. ഭയങ്കര ഫേമസ് നഴ്സറിയാണെന്ന് ആരോ നേരത്തെ പറയുന്നതായിട്ട്.
കേരളം ഒട്ടുക്ക് ഡെലിവറി ഉണ്ട്. കേരളം എല്ലാ കേരളത്തിൽ എല്ലായിടത്തും ഡോർ ഡെലിവറി ഉണ്ട്. ഓക്കെ, ഇതിൽ ഇടാൻ പറ്റുമോ? പാട്ടിൻ്റെ ഇങ്ങനെ കേൾക്കുന്നു. എന്തായാലും നല്ല കച്ചവടം ഉണ്ടാട്ടെ. അത് സംസാരിച്ചിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാവും. പാട്ടും മ്യൂസിക് നോക്കട്ടെ. സംസാരിച്ച് മടുത്തു. പിന്നെ അപ്പിയും ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സുകളാണ്. ഇതിൻ്റെയൊക്കെ പേര് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഒന്നും ഓർത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പ്ലാവുണ്ട്, മാവുണ്ട്, പേരയുണ്ട്, ഇഷ്ടംപോലെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അടീനയുടെ ഭംഗി നോക്കിയിട്ട് എൻ്റെ അമ്മ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ ഈ സെയിൽസ്മാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്തോ ഒരു ഭയങ്കര ഗൗരവത്തിൽ പോലെ മസിൽ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചിട്ടും അത് ചിരി വരുന്നില്ല ആൾക്ക്. അപ്പോൾ കച്ചവടം ഇല്ലാത്തതിൻ്റെ ദേഷ്യം പോലെ തോന്നി. എന്തായാലും അടീനയുടെ വെറൈറ്റി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്കും റെഡും റോസും എന്തൊക്കെ കളറാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ള അടീനകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട എന്താ ഭംഗി. ഇതൊക്കെ എത്ര വയസ്സുള്ളതാണെന്ന് ആർക്കറിയാം. ഇങ്ങനെയൊക്കെ ആക്കി എടുക്കണ്ടെങ്കിൽ ഒരുപാട് പണിയുണ്ട്. എന്തായാലും ഇത് പറയുന്ന വില തന്നെ കൊടുത്തിട്ട് എടുക്കുക. കാരണം അത്രയും പണിയുണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാൻ. അപ്പോൾ അടീനയുടെ വലിയൊരു കളക്ഷൻസ് ഈ ഷോപ്പിലുണ്ട്. അതുപോലെ അടുത്ത കടയിലൊക്കെ ഉണ്ട്. നല്ല നല്ല കളേഴ്സാണിത്. ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്, വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് അവിടുന്ന് പറയുന്നത് കേട്ടിരുന്നു. അത് അവിടെ വോയിസ് നമുക്കത് കോപ്പിറൈറ്റ് പാട്ടുള്ളതുകൊണ്ട് വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്ത്. എന്തായാലും നല്ല വെറൈറ്റി ആകുമ്പോൾ എന്തൊരു കളറാണ്. ഇത്രയൊക്കെ വിരിഞ്ഞിട്ട് കാണുമ്പോൾ, ഒരുമിച്ച് വിരിഞ്ഞിട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ. സൂപ്പറായിട്ടുണ്ട്. അടീനയുടെ വൻ ശേഖരം, വൻ കളക്ഷനാണ് ഈ ഏരിയയിലുള്ളത്. ഒരുപാട് ഷോപ്പിൽ അടീന, ശരിക്കും അടീന എന്ന് പറഞ്ഞിട്ട് നേരെ നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നാൽ മതി. ഒരുപാട് കളക്ഷൻസ് വാങ്ങിയിട്ട് പോകാം. കുറേ ചേച്ചിമാരും അമ്മമാരൊക്കെ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല കളേഴ്സ്. ഇതൊക്കെ നോക്കിയിട്ട് എന്താ കളറ്, നല്ല പിങ്കും അല്ല റോസും അല്ല, നല്ല അടിപൊളി. അതുപോലെ ഇത് കണ്ടോ, ബ്ലാക്ക്, പിന്നെയുള്ള വെറൈറ്റി റോസ്. എന്താ സ്റ്റൈൽ ഇത്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും മതിയാവാത്തത്ര ഭംഗിയാണ് അല്ലേ. കേട്ടാലും കണ്ടാലും കൊതി തീരുന്നില്ല. അത്രയധികം ഭംഗിയുള്ള ചെടികളാണ്. അലങ്കാര ചെടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മോഹവിലയാണ്. നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതിന് പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടി വരും. വാവ്, ഇതൊക്കെ ഇലച്ചെടികളുടെ വൻ ശേഖരമാണ്. അതിൽ പൂവുള്ള ഇതെന്താണ് സംഭവം? ആന്തൂറിയുണ്ട്, ഓർക്കിഡാണെന്ന് തോന്നുന്നത് കണ്ടത്. എന്തായാലും വെറൈറ്റി ഓർക്കിഡാണ്. പിന്നെ മിനിയേച്ചർ അന്തൂറിയം, അതുപോലെ തന്നെ ചേമന്തി ഉണ്ടാകും. നമ്മളിവിടെ ചേമന്തി എന്നാണ് പറയുക. ചേമന്തി പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, രണ്ടും കൂടി കലർന്ന കളറുണ്ട്. മഞ്ഞ, ചുവപ്പ്, മെറൂൺ, ഇങ്ങനെയുള്ള നല്ല കളേഴ്സ് കൂടിയുണ്ട്. ഇതിനൊന്നും പൈസ ചോദിച്ചില്ല, വിലയറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പോയിക്കൊണ്ടിരുന്നു. ചെറിയ ചേമന്തി, അതുപോലെ വലിയ ചേമന്തി. ചേമന്തിയുടെ മറ്റൊരു കളക്ഷനാണ് ഈ കാണുന്നത്. അടിപൊളി. എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് നമുക്ക് പോയാലോ. ഇതാണ് കാശിത്തുമ്പ എന്ന് പറയുന്നത്. വൈറ്റ്, യെല്ലോ, റെഡ്, വയലറ്റ്, ഇതും കുറേ വെറൈറ്റി ഉണ്ട്. അതുപോലെ ചെക്കിയുണ്ട്, പിന്നെ ബസിപ്പൂ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ ചെമ്പരത്തി, മൊസോണ്ട, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇത് കർണാടകത്തിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെടികളും ഇവിടെയുണ്ട്. പിന്നെ ചേമന്തി ഉണ്ട്, അത്യാവശ്യം കുറേ ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതെന്താണ്? ഇതാണോ സീനി? ചേമന്തി തന്നെ, ചേമന്തി, അടിപൊളി ചേമന്തിപ്പൂ. പിന്നെ ബേർ ആപ്പിൾ, ഇതും നല്ലൊരു സംഭവമാണ്. ബേർ നല്ല ടേസ്റ്റാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ഉള്ളത് സപ്പോട്ട, അങ്ങനെയുള്ള കായ് ഫലങ്ങളുള്ള ഐറ്റംസാണ്. ഇതിൻ്റെ പേര് എന്തായിരുന്നു?
ഗ്രേപ്പ് ഫ്രൂട്ട് അടിപൊളി, ഷുഗറുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ കടലാസ് പൂവിൻ്റെ മറ്റൊരു ശേഖരമായി അടുത്തൊരു ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കടലാസ് പൂ എന്ന് പറയുമ്പം നമ്മുടെ ബോഗൻവില്ലയുടെ പല വെറൈറ്റി കളറും ഇവിടെ കാണാം. ഇവിടുത്തെ ഫാം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ണൂരിൻ്റെ ഫ്ലവേഴ്സ് ടീമാണത്. അതുപോലെ ഈ അടീന ഇത് കുറച്ച് പൂവേ ഉള്ളൂ, അധികം പൂവില്ല, റോസ് കളറ്. പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് അങ്ങനെയുള്ള ശേഖരമുണ്ട്. പിന്നെ ബോഗൺവില്ലേൻ്റെ മറ്റൊരു ശേഖരമാണ് ഈ കാണുന്നത്. എനിക്ക് എവിടെ പോയാലും ഏറ്റവും കൂടുതൽ കാണുന്നൊരു ചെടി ബോഗൺവില്ലയാണ്. പിന്നെ നമ്മുടെ ഓർക്കിഡ്, കണ്ണൂർ ഫ്ലവേഴ്സാണിത് കേട്ടോ. ഓർക്കിഡ്, പിന്നെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ, ഇതൊക്കെ നല്ല സ്മെല്ലും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് കുറച്ച് ദിവസം നിൽക്കും നല്ല സ്മെല്ലോട് കൂടി. ഇവരുടെ ചെറിയൊരു ബൈറ്റൊക്കെ എടുത്തിരുന്നു, പക്ഷേ അവിടെ പാട്ടും മ്യൂസിക്കും ഉള്ളതുകൊണ്ട് നമ്മൾ അതും മ്യൂട്ട് ചെയ്ത്. പിന്നെ ഇവരുടെ ഈ കണ്ണൂർ ഫ്ലവേഴ്സിൻ്റെ നമ്പറാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ ചെടികളും അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഷോപ്പിൽ പോയപ്പോൾ നല്ല സെയിൽ നടക്കുന്നുണ്ട്. അവിടുന്ന് അവരൊക്കെ ഇതിനെപ്പറ്റി വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്കിവിടെ കേൾക്കാൻ പറ്റില്ല, എല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. മറ്റൊരു കടയിലേക്ക് നീങ്ങുന്നതിന് മുന്നേ ഈ ചെടി എന്നെ ആകർഷിച്ചു. ഇതും നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് നാട്ടിൻപുറത്തുണ്ട്, അതുപോലെ ഏറ്റവും കൂടുതൽ കർണാടകത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ബോഗൺവില്ലേൻ്റെ മറ്റൊരു ശേഖരം ഇതെൻ്റെ വീട്ടിലുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു കടയിലേക്ക് നമുക്ക് പോകാം. ഓർക്കിഡിൻ്റെ മറ്റൊരു അടിപൊളി കളക്ഷൻസുമായിട്ട് മറ്റൊരു ഷോപ്പ്. പിന്നെയുള്ളത് പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കളറും എന്തൊക്കെയാണല്ലേ, അടിപൊളിയല്ലേ, വെറൈറ്റി കളറ്, അടിപൊളി ചേട്ടാ. ഇവരൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നത്. പിന്നെ കുറേ ആൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ സിദ്ദീഖാൻ്റെ ഷോപ്പാണെന്ന് തോന്നുന്നു. നമുക്ക് സിദ്ദീഖ് എന്നെ വിളിച്ചു. അപ്പോൾ സിദ്ദീഖാൻ്റെ ഷോപ്പാണിത്. സിദ്ദീഖിനെ അറിയില്ലേ? സിദ്ദീഖ് ഇരിക്കൂർ മണ്ണൂർ ഉള്ള ആളാണ്. റോഡ് സൈഡിലും പുഴ സൈഡിലൊക്കെ മരവും ചെടികളും വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഇതാണ് സിദ്ദീഖ. പിന്നെ സിദ്ദീഖിൻ്റെ ഷോപ്പിലുള്ള കടകളാണ്, സിദ്ദീഖിൻ്റെ ഷോപ്പിലുള്ള ചെടികളാണ്. സിദ്ദീഖാൻ്റെ പ്രത്യേകത നമുക്കൊന്ന് ഒരുപാട് തേനീച്ച ഒക്കെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. സിദ്ദീഖാൻ്റെ അല്ലേ ഇത്? അടുത്ത ഷോപ്പിലേക്ക്. ഇതിൻ്റെ പേര് അറിയില്ല, എന്താണ് ഇതിൻ്റെ പൂക്കളുണ്ട്. നമ്മൾ അലങ്കാരത്തിന് അതുപോലെ നിങ്ങളെല്ലാം ഇരിക്കൂറാണോ കണ്ണൂരാണോ? കണ്ണൂർ. നമ്മളെ ഫ്രണ്ടാണ് സിദ്ദീഖ. ശരിയാ? എവിടെ നോക്കിയാലും കടലാസ് പൂ മാത്രമല്ലേ. എന്താ കടലാസ് പൂവിൻ്റെ വൻ ശേഖരവുമായിട്ട് മറ്റൊരു കടലാസ് പൂ എന്ന് പറയുമ്പോൾ ബോഗൺവില്ലയുടെ മറ്റൊരു ഷോറൂം തന്നെ എന്ന് പറയാം. ഭയങ്കര കളക്ഷൻസാണല്ലേ. അതേ ഷോപ്പിൽ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. വളരെയധികം കളർഫുള്ളായിട്ടുണ്ട് ഈ ഷോപ്പ്. അതുപോലെ തന്നെ നല്ല സെയിലും നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. സെയിൽ നടക്കുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. വെറുതെ ഇരിക്കുമ്പോഴല്ലേ എല്ലാവരും മൂഡ് ഓഫ് ആയിട്ടിരിക്കും. അപ്പോൾ നല്ല സെയിലിംഗ് ആണ്, ഇനിയും കൂടുതൽ സെയിലിംഗ് നടക്കട്ടെ.
കാരണം ഒരുപാട് വാടകയ്ക്ക് പ്രശ്നമാണ്. ഒരുപാട് വലിയ പൈസ വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഇവിടെ ഫ്ലവർ ഷോ എല്ലാം നടത്തുന്നത്. അപ്പോൾ അതിന് നല്ല കച്ചവടം പോകണം. പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു നല്ല പ്രായമുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. അവർ കാലത്ത് എഴുന്നേറ്റ് വീട്ടിൻ്റെ മുറ്റത്തും ഒക്കെ പൂക്കൾ വിരിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. അതിൽ നിന്ന് ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടു, 2 പെൺകുട്ടികൾ ഒരുമിച്ച് പോകുമ്പോൾ പറയുന്നത് കേട്ടു, എനിക്ക് പൂക്കൾ തീരെ ഇഷ്ടമല്ലാന്ന്. പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ അല്ലേ? പൂക്കൾ ഇഷ്ടപ്പെടാത്തവർ കുഞ്ഞു മക്കളെപ്പോലും ഇഷ്ടപ്പെടില്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 8 വെറൈറ്റി കളറാണ് കേട്ടോ. ഈ കാണുന്ന ബോഗൺവില്ലയിൽ 8 വെറൈറ്റി കളറാണ് ഈ ഒരു ചെടിയിൽ. അങ്ങനെയുള്ള അടിപൊളി കളർ. ഓറഞ്ചാണോ മഞ്ഞയാണോ എന്തായത്? നല്ല 2 തരം ഒരു ചെടിയിൽ 2 തരം കളറ് ഓർക്കിഡ്. അതുപോലെ തന്നെ തിരക്കുമുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഇത് നമ്മുടെ ആന്തൂരത്തിൻ്റെ കുറച്ച് കളക്ഷൻ, ബോഗൺവില്ലേൻ്റെ മറ്റൊരു കളക്ഷൻ. ഇതൊക്കെ ചെറിയ പൈസേൻ്റെയാണ്, ചെറിയ പാക്കറ്റുകളിലാണ്. അപ്പോൾ അതിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നത്. പാക്കറ്റിലുള്ളത് കുറച്ച് ചെറിയ വിലയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് മാവിൻ്റെയൊക്കെ ചെടികൾ, അതുപോലെ പേരക്ക, മാവ്, ഇഷ്ടംപോലെ മാവുണ്ട്. വിയറ്റ്നാം മാവ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാവുണ്ട്. പിന്നെ അടുത്തൊരു കടയിലേക്ക് എത്തി നോക്കി ഞാൻ. അവിടെ കണ്ട കാഴ്ച ചിത്രീകരിച്ചു. പിന്നെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ മാവിൻ്റെ കളക്ഷൻസും, അങ്ങനെയുള്ള എല്ലാ മാവും പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ച കൂടിയാണ് ഈ കാണുന്നത്. അടുത്തൊരു കടയിലേക്ക് പോകുമ്പോൾ അവിടെയും നല്ല മാവിൻ്റെ പൂക്കൾ കാണാം. ഈ ഏരിയ എനിക്ക് തോന്നുന്നു പഴങ്ങളുടെ ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെയും ബോഗൺവില്ല, ഡിസൊക്കെ എവിടെ പോയാലും ബോഗൺവില്ല. പിന്നെ ഡാലിയ, അതൊക്കെ പൂത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കണ്ടു. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കാണാൻ അടിപൊളി ഭംഗി. ഇതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ കളക്ഷൻസുള്ള കട. ഏറ്റവും കൂടുതൽ ഓർക്കിഡ് ഞാൻ കണ്ട ഈ ഫ്ലവർ ഷോന് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഓർക്കിഡുള്ള കടയാണ് ഈ കാണുന്നത്. മറ്റൊരു കടയിൽ ഇത്രയധികം കളക്ഷൻസ് കണ്ടിട്ടില്ല. എന്തൊക്കെ വെറൈറ്റി കളറാണല്ലേ, വെറൈറ്റി കളറും വെറൈറ്റി ഡിസൈനും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രവേശനം ഉള്ളതായിട്ട് കാണുന്നില്ല. കാരണം എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ പൂവിനെ ഒന്ന് തൊടും. അപ്പോൾ തൊടുമ്പോൾ അതിന് ക്ഷീണം പറ്റും. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പൂക്കൾ തൊടാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണത്. പിന്നെ അടുത്തൊരു കടയിൽ വെറൈറ്റി കളേഴ്സ്, എന്തൊക്കെയോ ചെടികൾ, എന്തൊക്കെ കളറാണ്, എന്തൊക്കെ ചെടികളാണ്. അപ്പോൾ ഇവിടെയും കണ്ടോ, എൻ്റെ അമ്മേ എന്തൊരു കളേഴ്സ്, എന്തൊരു ഭംഗി ഇതൊക്കെ കാണാൻ. ഇതൊക്കെ കണ്ട് എങ്ങനെ സഹിക്കും. ഇവിടെ കുറച്ച് റോസാപ്പൂവ്, റോസാ ചെടി ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഞാൻ കണ്ടത്. കാരണം മറ്റുള്ള ഷോപ്പിലൊക്കെ റോസിൻ്റെ കളക്ഷൻസ് അല്ല. ഇത് കണ്ട, ഇതെന്താണ് ഈ ചെടി, അടിപൊളിയുണ്ടല്ലോ. അടീനയുടെ മറ്റൊരു ഷോപ്പ്, മറ്റൊരു ശേഖരം. കൊത്തുവാ പക്ഷി. ഇതെല്ലാം നിങ്ങളുണ്ടാക്കുന്ന ഇത് എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ടാക്കാൻ? 14 കൊല്ലം. എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ജസ്റ്റ് നട പുറത്ത് എത്തിക്കുക.
ഓക്കെ. എവിടെ സ്ഥലം എവിടെയാ? സ്ഥലം എവിടെയാ? മട്ടന്നൂർ എവിടെ? മട്ടന്നൂർ എവിടെ? തില്ലങ്കേരി അല്ലേ? അടിപൊളി. നല്ല ഐഡിയ. കടാങ്ങോട് റോഡ്. കടക്കട കയറുമ്പോൾ വലത്തു എത്താം. പക്ഷെ അത് എപ്പോൾ എടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നനയ്ക്കുന്നതുകൊണ്ട് തുടച്ച് കളയാം. മണ്ണിന്റെ ഭാഗങ്ങൾ ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും തൈലങ്ങളുണ്ട്, ചുമക്കുള്ള മരുന്നുണ്ട്, തൈലങ്ങളുണ്ട്. ഞങ്ങളെ കൂത്തുറമ്പ്. യൂട്യൂബ് 40 വേറെ സ്റ്റാളിട്ട് കൂടാണ്ട് നമ്മൾ ഓണം വിഷുവിനൊക്കെ സ്റ്റാളുണ്ട്. അല്ലാണ്ട് നിങ്ങളെ വീട്ടിൽ പിന്നെ വണ്ടി മരുന്ന് കൊണ്ട് പോകും. ഓരോ സ്ഥലത്ത് വെച്ചിട്ട് അലോൺസ് ചെയ്ത് കൊടുക്കും. വണ്ടിക്കകത്ത് വെച്ചിട്ട് ഓരോ ജംഗ്ഷനിലൊക്കെ വെച്ചിട്ട് ടൗണുകളിലൊക്കെ ഓരോ ജംഗ്ഷനിൽ ഓരോ ആഴ്ചക്ക് ഓരോ ജംഗ്ഷനിൽ മാറും. അവിടെ നിന്ന് അലോൺസ് ചെയ്ത് കൊടുക്കും. വേദനയ്ക്കുള്ള തൈലം, കഫക്കെട്ട് മരുന്ന്, ചുമയ്ക്കുള്ള മരുന്ന്, ബംഗാളി കളച്ചിൽ, തുമ്മൽ, അലർജി ഇതൊക്കെ പോകും. കാലിലാണി ഇതൊക്കെ പോകും. ആക്സിസിന്റെ മരുന്ന് ഇതെല്ലാം ഞങ്ങള് സിദ്ധാശ്രമത്തിൽ നമ്മൾ 10 കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു. കുട്ടിക്കാലം പോലെ അവിടെയാണ് സിദ്ധാശ്രമത്തിൽ. അവിടെ നിന്ന് വടകര സിദ്ധാശ്രമം. അവിടെ നിന്ന് കണ്ടും കേട്ടും ഉണ്ടാക്കിയതിനെ പഠിച്ചതാണ്. അങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതാണ്. പാരമ്പര്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാനും പഠിച്ച് ചികിത്സിക്കാനും പഠിച്ച്. എൻ്റെ മകന് ഇപ്പോൾ ആയുർവേദ കോളേജ് ഡോക്ടറാണ് പരിഹാരത്ത്. പൃഥ്വിരാജ് എന്നാണ്. പൃഥ്വിരാജ്. അപ്പോൾ അവനും നമ്മളെ സഹായിക്കും ഡോക്ടർ. ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ഞങ്ങൾ കെയർ ചെയ്ത് പോകും. കസ്തൂരാതി പിന്നെ വേദനയ്ക്കുള്ള പാമ്പ്, കർപ്പൂരാതി ചൂർണം. കേട്ടില്ലേ? സ്വാമിയുടെ മകൻ്റെ പേര് പൃഥ്വിരാജ്, ആയുർവേദ ഡോക്ടറാണ്. പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഷോപ്പിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് പേര് വിലയൊക്കെ പേശുന്നുണ്ട്. വില പേശുമ്പോൾ അയ്യോ അത് നടക്കില്ല, അങ്ങനെ ഉറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നല്ല മുട്ടായി ഐറ്റംസും ഹലുവയും തേന് മുട്ടായിയും. എൻ്റെ അമ്മ വായിലിപ്പം തന്നെ കപ്പലോടി. ഇതൊക്കെ കാണുമ്പോൾ കപ്പലണ്ടി മുട്ടായി, അതുപോലെ ഓയിൽച്ച മുട്ടായി, ഇതൊക്കെ പണ്ടത്തെ നമ്മളെ സ്ഥിരം കഴിക്കുന്ന സാധനമാണ്. ഇത് കൂടുതൽ എടുത്താൽ തരാം. നോക്കാം. ഓഫറുണ്ട്. പോവാം. എന്ത് പുസ്തകം എടുത്തേ?
അതെയോ? എവിടെയാ സ്ഥലം? ഉണ്ടാവല്ലോ. അഴീക്കോടാ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫിഫ്ത്തിലായിട്ട് വായിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ സന്തോഷം കണ്ടേ. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ? നിങ്ങളെ പേര്? എവിടെയാ വീട്? ശിവപുര. വീഡിയോ എടുക്കുന്നുള്ളൊന്നും വേണ്ട, കഴിച്ചിട്ട് പോകട്ടാ. പാനിപ്പൂരി ഉണ്ട്, എവിടെയാ സ്ഥലം? എവിടെയാ? എടാ ഇരട്ടിക്കാ. ഇതാ ഫസലായത് കുറെ കാലമായി ഇത് ചെയ്യാൻ തുടങ്ങി? ഇല്ല, കുറച്ച്. എങ്ങനെ പഠിച്ചത്? ആക്കി പഠിച്ചത് അല്ലെങ്കിൽ ട്രെയിനിങ് ഉണ്ടോ? നല്ല ട്രെയിനിങ് ആണ്, ചെയ്ത് പഠിക്കുക.